പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അങ്ങ് ഒന്നുകൂടെ ഒന്ന് രത്നചുരുക്കമായിട്ടൊന്ന് ഒന്ന് ഒന്ന് ആവർത്തിക്കാൻ പറ്റുമോ? അതെ, തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. നമ്മളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, പ്രയർ എന്ന് പറഞ്ഞാൽ, ജീവിച്ചിരിക്കുന്നവരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഉവ്വ. നമ്മൾ അച്ഛനമ്മമാരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഗുരുനാഥന്മാരോടാണ്, അധികാരികളോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന സുമനസ്സുകളോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മളുടെ ആവശ്യങ്ങളെ നമ്മൾ മുന്നിൽ വെക്കേണ്ടത്. ഉവ്വ. മരിച്ചുപോയവരെ പ്രാർത്ഥിച്ചാൽ നമുക്കൊന്നും കിട്ടുകയില്ല, ഉവ്വ. ഒന്നും കിട്ടില്ല. നമ്മൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ആത്മശക്തി കൊണ്ട്, അറിവ് കൊണ്ട് നമ്മൾ ഭക്തിയാൽ പരം പ്രവർത്തിക്കുക. ഉവ്വ. നല്ല ഭക്തി ഉണ്ടാവുക മനസ്സിന്. ഉവ്വ. അതായത് ഭക്തി മനസ്സിൻ്റെതാണ്, ബുദ്ധി ആത്മാവിൻ്റെതാണ്, ശക്തി ശരീരത്തിൻ്റെതാണ്. ഉവ്വ. 10 ഇന്ദ്രിയങ്ങളുള്ള ആ ഒരു വൈഭവമാണ് മനുഷ്യൻ്റെത്. 11ാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന മനസ്സാണ് ഈ 10 ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ആ സാരഥി. പക്ഷെ ഈ മനസ്സിൻ്റെതാണ് ഭക്തി എന്ന് ഞാൻ പറഞ്ഞു. ആ ഭക്തി ഉള്ളതായിരിക്കുന്ന മനസ്സ് മുഴുവൻ ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നല്ല അർത്ഥം. ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഈ മനസ്സിനെ സ്വതന്ത്രമായിട്ടുള്ള പദവി കൊടുക്കാതെ, സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാൻ ഇടം കൊടുക്കാതെ ബുദ്ധിയുടെ അണ്ടറിൽ നിലനിർത്തുക എന്നുള്ളതാണ് അഷ്ടാംഗയോഗം പറയുന്നത്. അത് ധ്യാനാത്മകമായിരിക്കണം. എന്താണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അത് മനസ്സാണ് സാധിക്കുന്നത്. അവിടെയാണ് മനസ്സിന്റെ ഒരു പ്രാധാന്യം വരുന്നത്. വളരെ നന്ദി. പ്രാർത്ഥന, പ്രവൃത്തി എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോ അത് ധ്യാനം മുതൽ നമ്മളൊരു ദിവസം തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യവും, അല്ലെങ്കിൽ ഒരു പ്രധാന കാര്യത്തിന് വേണ്ടി, ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ശ്രമിക്കുന്നത്, ആ ശ്രമത്തിന്റെ ആദ്യം മുതൽ അതിന്റെ ധ്യാനം മുതൽ അവസാന അപേക്ഷ വരെയുള്ള ആ കാര്യങ്ങളെ കുറിച്ച് അങ്ങ് ഏതാണ്ട് വിശദീകരിച്ചു തന്നു. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തേണ്ടത് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ ജീവിതം ഉയരുന്നതിന് കാരണം നമ്മുടെ വാക്കാണ്. ആ വാക്ക് ബുദ്ധിയുടേതാവണം. ആ വാക്കിൽ മനസ്സിന്റെ ഭക്തി ഉണ്ടാവണം. നമ്മളുടെ ശരീരഭാഷ ആ ഭക്തിയിൽ തന്നെ നിറഞ്ഞു നിൽക്കണം. എന്തിനോടും യുക്തിയോടെയല്ല നമ്മൾ സമീപിക്കേണ്ടത്. യുക്തിയിൽ നിന്നും വിട്ടിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. യുക്തിയിൽ നിന്നും യുക്തമായതിനെ പെട്ടെന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയണം. നമ്മൾ ഈ പ്രപഞ്ചത്തോട് നമുക്ക് വിശ്വാസം ഉണ്ടാവണം. വിശ്വം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സർവവിശ്വാസങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ളത് ഈ പ്രപഞ്ചമാണ്. അതാണ് നമ്മുടെ മക്കള് അറിയേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും. പ്രപഞ്ചത്തിലോട്ട് വിശ്വാസവും ഭക്തിയും ഉണ്ടാവണം. അതെ, വരും തലമുറയ്ക്ക് വളരെ ഒരു പ്രചോദനമേകുന്ന കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞു തന്നത്. ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കാനല്ല, അപേക്ഷിക്കാനല്ല പോകുന്നത്, ധ്യാനിക്കാൻ പോകണം, ആരാധിക്കാൻ വേണ്ടിയാണ് പോകേണ്ടതെന്നാണ്. ആ ഭാഷ്യം തന്നെ മാറ്റണം. ആരാധനാലയത്തിൽ പോകുമ്പോൾ ഏതും ആവട്ടെ, അമ്പലോ പള്ളിയോ മോസ്കോ എവിടെയാവട്ടെ, പോകുമ്പോൾ ആരാധനയാണ് ചെയ്യേണ്ടത്. അവിടെ എന്താണോ ശുദ്ധിയില്ലാതെ കിടക്കുന്നത് അത് ശുദ്ധമാക്കുക. അവിടെ ആരാധിക്കാൻ പറ്റുന്ന ഇടത്തെ സൃഷ്ടിക്കുക. സേവ ചെയ്യുക എന്ന് പറയും, പൂജ ചെയ്യുക. നമ്മളെല്ലാം പൂജിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരായിട്ടാണ് പോകേണ്ടത്. ആത്മശക്തി, മനഃശക്തി, ശരീരശക്തി, ഇത് മൂന്നും ചേർത്ത് വെക്കണം. നല്ല പ്രവൃത്തിയെ ചെയ്യുക, ഭക്തിയോടെ സംസാരിക്കുക, ബുദ്ധിയോടെ പെരുമാറുക, നല്ല വാക്ക്, ലക്ഷ്യത്തിലെത്തുക. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കാതോർക്കും, ആ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കും ഈ ലോകം. പ്രാർത്ഥിച്ചാൽ ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുത തിരിച്ചറിയണം. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആത്മീയാചാര്യന്മാരെയോ വിഗ്രഹങ്ങളെയോ എന്തിനേയും നമ്മൾ ധ്യാനത്തിനുള്ള മാർഗമായിട്ട് സ്വീകരിക്കും. ആ ധ്യേയവസ്തുവിൽ തന്നെ ചിത്തത്തെ ഉറപ്പിച്ച് നമ്മളുടെ ലക്ഷ്യം എന്താണോ, നമ്മളുടെ ആത്മവൈഭവം എന്താണോ അതിനെ തിരിച്ചറിഞ്ഞ് ആ ഒരു തലത്തിൽ നമ്മൾ ഉയർന്ന് ഒരു വെളിച്ചം പകരുന്ന നക്ഷത്രമായിട്ട് മാറുവാൻ നമ്മളുടെ വൈഭവത്തിന് കഴിയും. നമ്മളുടെ മനസ്സിന് അതിനുള്ള ശക്തിയുണ്ട്. തീർച്ചയായിട്ടും അന്നേരം ആ സമയത്ത് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി തരാൻ വേണ്ടി ഈ പ്രകൃതി ഒരുങ്ങി നിൽക്കും.
തീർച്ചയായിട്ടും പ്രകൃതി നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. ഈ വെയിൽ എനിക്ക് വേണ്ടിയിട്ടാണ്, ഈ കാറ്റ് എനിക്ക് വേണ്ടിയിട്ടാണ്, ഈ കാലാവസ്ഥ എനിക്ക് വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ ലോകം മുഴുവൻ എനിക്ക് വേണ്ടിയിട്ടാണ്, ഈ പ്രജാലോകം എന്റേതാണ്, ഈ രാഷ്ട്രം എന്റേതാണ്, ഈ നാട് എന്റേതാണ്, ഈ അമ്മമാരെല്ലാം എന്റേതാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ലോകം. ഞാൻ അങ്ങയോട് ആദ്യം ചോദിച്ചിടത്ത് തന്നെ വരാം. പ്രാർത്ഥനയും പ്രവൃത്തിയും എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്തതിനു ശേഷം മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് സ്ഥാനം. അത്രേ ഉള്ളൂ. ആ പ്രവൃത്തിക്ക് അനേക ഘട്ടങ്ങളുണ്ട്, അങ്ങ് വിശദീകരിച്ചു തന്നല്ലോ. അതെ, ശരിക്കും നന്നായിട്ട് പ്രവർത്തിക്കുക, അർത്ഥമറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക, ചിട്ടയോടുകൂടി. അപ്പോ നമ്മളെ പ്രാർത്ഥിക്കാൻ ആളുകളുണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കല്ല ചെയ്യേണ്ടത്, നമ്മളെ പ്രാർത്ഥിക്കാൻ. കൃഷ്ണനെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് പ്രാർത്ഥനായുഗം എന്ന് പേര് വന്നത്. എല്ലാ മക്കളോടും പറയാനുള്ളത് അതുള്ളൂ. എല്ലാ അമ്മമാരും എല്ലാ ബന്ധുമിത്രാദികളും നമ്മളെ കാണുവാൻ ആഗ്രഹിക്കുന്നവരാവട്ടെ, നമ്മളോട് പ്രാർത്ഥിക്കുവാൻ കഴിവുള്ളവരാവട്ടെ, അവരുടെ മുഴുവൻ പ്രാർത്ഥനകളെയും സാധിച്ചു കൊടുക്കുവാനുള്ള കരുത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. വളരെ സന്തോഷം, വളരെ സന്തോഷം. സന്തോഷ് ജി, നമസ്തേ. നമസ്തേ. നമസ്തേ.